ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു. നല്ല ഫ്രഷായിട്ട് പൂക്കളിട്ടു. നല്ല ചതുരപ്പൂക്കളം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഇന്ന്. അതുകൊണ്ട് മക്കളൊക്കെ രാവിലെ തന്നെ വീട്ടിലെത്തി ഗെയിം മോഡ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ കിച്ചണിൽ കയറി കേട്ടോ. കാരണം ഇന്നലെ പെൻഡിങ്ങിൽ വെച്ച കുറച്ച് പണിയുണ്ടായിരുന്നു. നല്ല അയില കിട്ടിയത് കുടംപുളി ഇട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ളി കാച്ചി എടുക്കണം. അതാണ് ആദ്യത്തെ പണി. വെള്ളം കുടിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചപ്പോൾ ഞാൻ കരിങ്ങാലിയിട്ട് ഇറക്കി വെച്ചു. അപ്പുകുട്ടൻ പതിവ് പോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറ്റിക്കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിന്ന് നിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് അടി എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ട് സ്റ്റൈലായിട്ട് നടന്നു പോകും. അതെല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ എൻ്റെ കിച്ചണിൽ അരങ്ങേറുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ അപ്പുകുട്ടൻ പോയി. ഈ ഉള്ളി കാച്ചുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള പരിപാടിയാണെങ്കിലും ഉള്ളി നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു മെനക്കേട് പിടിച്ച പരിപാടിയാണ് എനിക്ക്. ഈ ഉള്ളി കാച്ചുമ്പോഴേ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ മീൻകറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. നല്ല കളർഫുള്ളായിട്ടിരിക്കും മീൻകറി. അങ്ങനെ ചേട്ടനുമായിട്ട് തല്ലുകൂടി കുഞ്ഞനിയൻ വന്നു. അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് അങ്ങനെ പറഞ്ഞയച്ചു. 2-3 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെയിലത്ത് വെച്ചെടുത്ത ചെറുനാരങ്ങയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങയാണ് അച്ചാർ ഇടുന്നതെന്ന്. അതിന് വേണ്ട ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കി ഇതിന് മുന്നേ. അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അമ്മയ്ക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അച്ചാറിലേക്ക് തികഞ്ഞില്ല കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ രണ്ടാമത് ഇഞ്ചി കാന്താരി മുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഇഞ്ചിയുടെ ഒരു പ്രത്യേകത ഫ്രഷ് ഇഞ്ചിയാണ്. അത് തൊലി കളയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കുത്തലാണ് മൂക്കിലേക്കൊക്കെ. അമ്മ കൊണ്ടുവന്നതാണ് പറിച്ച് എടുത്ത ഇഞ്ചി. അങ്ങനെ ഈ പാത്രമാണ് നമ്മൾ സ്ഥിരമായിട്ട് പിക്കിൾസ് ഉണ്ടാക്കുന്ന പാത്രം. നോൺ വെജിൻ്റെ പിക്കിൾസൊക്കെ ഈസി ആയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് വളരെ സിമ്മിൽ ഫ്ലെയിം വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നാലാണ് പിക്കിളിന് ആ ഒരു ഗുണവും അതുപോലെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. കരിയിച്ച് കളയരുത് ഫ്ലെയിമിൽ വെച്ചിട്ട്. ഫ്ലെയിം ഓവറാക്കി വെച്ചിട്ട് അതിനകത്ത് വിനാഗിരി ഒഴിച്ചു, ഉപ്പിട്ട്, കാശ്മീരി മുളക് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ കായം പൊടി ചേർത്തു. പിന്നെ ഉലുവ പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉലുവ കൂടി പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തു. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ പിക്കിളിൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ഇഞ്ചിക്കറിയും അതുപോലെ അച്ചാറും 2 പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ മുഖമൊക്കെ നീറി തുടങ്ങി. നമ്മുടെ നാരങ്ങച്ചാർ തയ്യാറായി ഗൈസ്. ഇതാണ് നമ്മളുടെ നാരങ്ങ. ഇതിങ്ങനെ ആറുമ്പോൾ കുപ്പിയിലാക്കി വെച്ചാൽ നാളേക്ക് സെറ്റാവും.